വാൽമീകി രാമായണത്തിൽ രാമൻ ഈശ്വരന് തുല്യമായ മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യന് വ്യക്തി, കുടുംബം, സമൂഹം എന്നീ 3 നിലയിലുള്ള ധർമ്മം പാലിക്കേണ്ടതായുണ്ട്. ഒരു മനുഷ്യൻ തന്നെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന സുഖദുഃഖങ്ങളുടെ അതിതീവ്രമായ അനുഭവങ്ങൾ നമുക്ക് രാമന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. അവയുടെ എല്ലാം നടുവിൽ മനുഷ്യജന്മത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് എങ്ങനെ കുറ്റമറ്റ രീതിയിൽ ധർമ്മം അനുഷ്ഠിക്കാൻ കഴിയും എന്നാണ് രാമനും നമ്മളെ പഠിപ്പിക്കുന്നത്. ശ്രീരാമനും രാവണനും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ രാവണന്റെ തലകൾ ഒന്നായി അമ്പെയ്ത് വീഴ്ത്തി. ഒരു തല വീഴുമ്പോൾ അതിന്റെ സ്ഥാനത്ത് മറ്റൊരു തല ഉയർന്നു. അജ്ഞാനത്തിന് ഉടലെടുക്കുന്ന അനന്തമായ വാസനയുടെ പ്രതീകമാണ് രാവണന്റെ തലകൾ. അജ്ഞാനം ഉള്ളിടത്തോളം കാലം വാസനകൾ അനന്തമായി തുടരും. അവസാനം രാവണന്റെ തലകളെല്ലാം ഒറ്റയടിക്ക് ഛേദിക്കുവാൻ ശ്രീരാമനോട് അഗസ്ത്യമുനി ഉപദേശിച്ചു. അവിടെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ടി വന്നു. അതേപോലെ സാധകൻ ഇന്ദ്രിയങ്ങളെ ഒന്നൊന്നായി നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമം അവസാനമില്ലാതെ നീണ്ടുപോകും. അതുകൊണ്ട് രാഗദേശങ്ങളുടെ വേരിനെ തന്നെ നമ്മൾ ലക്ഷ്യം വെക്കണം. ഇപ്പോൾ വൃക്ഷത്തിലെ ശാഖ മുറിച്ചാൽ വീണ്ടും ഒരിടത്ത് 4 വട്ടം പൊട്ടി വരും. അതുപോലെയാണ് വാസന എന്ന് പറയുന്നത്. വേരോടെ മാറ്റിയാൽ പിന്നെ കിളിക്കില്ല. അജ്ഞാനത്തെ ഇല്ലാതാക്കിയാൽ ശരിക്ക് മാറ്റം ഉണ്ടാകും. അത് ശക്തമായ നിശ്ചയദാർഢ്യം. അപ്പം അമ്മ ഒരു കഥ ഓർക്കുകയാണ്. ഒരാൾ കുട്ടിക്കാലം മുതലേ രാത്രി തൻ്റെ കട്ടിലിനടിയിൽ, താൻ കിടക്കുന്ന കട്ടിലിനടിയിൽ ആരോ ഉണ്ടെന്ന് ചിന്തിച്ച് ഭയപ്പെട്ടിരുന്നു. ഭയം അമിതമായപ്പോൾ അയാളൊരു മനഃശാസ്ത്രത്തിൻ്റെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം ഞാൻ കിടക്കുന്ന കട്ടിൻ്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടെന്നുള്ള ചിന്ത വരും. അതോടെ എനിക്ക് ഭയമാകും. ഇത് കാരണം എനിക്ക് ഉറക്കവും കിട്ടുന്നില്ല, ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നുന്നു. മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, 1 വർഷം ചികിത്സിച്ചാൽ ഈ അസുഖം മാറ്റാവുന്നതേ ഉള്ളൂ. ആഴ്ചയിൽ 3 തവണ എന്നെ വന്ന് കാണണം. നിങ്ങളുടെ ഈ ഭയം പൂർണ്ണമായും മാറ്റിത്തരാം. ഉടനെ ഇദ്ദേഹം ചോദിച്ചു, താങ്കളുടെ ഫീസ് എത്രയാണെന്ന് ചോദിച്ചു. 1 പ്രാവശ്യം വരുമ്പോൾ എനിക്ക് ഇത്ര രൂപ വെച്ച് തരണം. 2000 രൂപ വെച്ച് എങ്ങനെ തന്നിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കേണ്ടി വരും. ഡോക്ടറെ കാണാൻ പോയ ആൾ ഡോക്ടറോട് പറയുകയാണ്. അയാൾ പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ, പിന്നീട് വന്ന് പറയാമെന്ന് പറഞ്ഞു. 5-6 മാസം കഴിഞ്ഞ് മനഃശാസ്ത്രം ഈ രോഗിയെ വഴി വെച്ച് കണ്ട്, നിങ്ങൾ പിന്നീട് എൻ്റെ അടുത്ത് വന്നില്ലല്ലോ, എന്താ കാരണം വെച്ചു. അത് അങ്ങ് പറയല്ലോ, ഒരു സന്ദർശനത്തിന് ഇപ്പോൾ 2000 രൂപ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആഴ്ചയിൽ 3 തവണ അങ്ങ് ഒന്ന് കാണണം. 1 വർഷത്തേക്കുള്ള പണം ഞാൻ കണക്ക് കൂട്ടി. അപ്പോൾ അത് വലിയൊരു തുകയാകുമല്ലോ. ഞാൻ വഴി കണ്ടെത്തി. എൻ്റെ അയൽപ്പക്കത്ത് ഒരു ആശാരി ഉണ്ടായിരുന്നു. അയാൾക്കൊരു 1000 രൂപ കൊടുത്തു. എൻ്റെ ആൾക്കാരൻ 1000 രൂപയ്ക്ക് എൻ്റെ അസുഖയെ മാറ്റി. നീക്കാനുള്ള ഫീസ് ലാഭിച്ചുകൊണ്ട് എനിക്ക് പുതിയൊരു കാറ് വാങ്ങാനും സാധിച്ചു. നേരത്തെ ഉറങ്ങാതെയും പേടിച്ചും ദുഃഖിച്ചിരുന്ന ഞാൻ ഇപ്പം എനിക്ക് ആ ഭയവുമില്ല, ദുഃഖവുമില്ല, ഉറക്കവും കിട്ടുന്നുണ്ട്. അതിനുപരിയായി വലിയ സന്തോഷവും കിട്ടുന്നുണ്ട്. കാരണം പുതിയ കാറ് വാങ്ങിച്ചിട്ട്. ഓഹോ, മരപ്പണിക്കാരൻ നിങ്ങൾ എങ്ങനെയാണ് സുഖപ്പെടുത്തിയത്? 1000 രൂപ കൊടുത്തു. 10 ഡോളർ കൊടുത്തിട്ട് ഞാൻ വിളിച്ചു. എന്നിട്ട് ആ കട്ടിലിൻ്റെ കാല് മുറിച്ച് കളഞ്ഞു. 4 കാല് മുറിച്ച് കളഞ്ഞു. ആരും വന്നിരിക്കാൻ സ്ഥലമില്ല അവിടെ. ആ ഭയം വീണു. എൻ്റെ ഭയം പോയി. ഡോക്ടർ, എന്താണ് ഈ കഥയുടെ സാരം? നമ്മുടെ മിക്ക പ്രശ്നങ്ങളും നമ്മുടെ ഭ്രമത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഭ്രമം അറിയാൻ പ്രശ്നം തീരും. ഇരുളടഞ്ഞ മുറിയിൽ ഭൂതങ്ങളുണ്ടെന്നും ഒരു കുട്ടി ഭയപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം ആ മുറിയിൽ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുക, വെളിച്ചത്ത് വയ്ക്കുക. അതോടെ ഭൂതവും അവിടെ ഇല്ലെന്ന് കുട്ടിക്ക് ബോധ്യമാകും. അതുപോലെ ആധ്യാത്മജ്ഞാനം വേണ്ട പോലെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. കളകളെ വെട്ടിമാറ്റിയാൽ പോരാ, അത് വേരോടെ പറിച്ച് നമ്മൾ മാറ്റണം. ലബനെയും പട്ടി കളിച്ചുകൊണ്ട് വരും, നമുക്ക് ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ അജ്ഞാനത്തെ വേരോടെ പിഴുത് എറിയേണ്ടതുണ്ട്. ഇന്ന് സദ്ഗുരുവിൻ്റെ മാർഗദർശനം കൂടിയേ തീരൂ. നിത്യനും പൂർണ്ണമായ ഈശ്വരനിൽ സംതൃപ്തി കണ്ടെത്തുന്നു. പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമായി കാണുന്ന ഭാവത്തിലേക്ക് നമ്മൾ ഉയരണം. അതിനുള്ള വഴി തുറക്കുകയാണ് രാമായണം ചെയ്യുന്നത്. രാമായണം പകർന്നു തരുന്ന പാഠങ്ങൾ നിത്യമായ ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും പാതയിൽ നമുക്കെല്ലാം ഒരു വെളിച്ചമായിരിക്കട്ടെ. കൃപ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ.